മഴക്കാലത്ത് കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഒരു മൂടൽ പോലെ വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഇതെങ്ങനെയാണ് മാറ്റാൻ കഴിയുക, എങ്ങനെയാണ് കാറിൽ സെറ്റിംഗ്സ് ചെയ്തു വെക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും ഈ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്ന പഴയ വീഡിയോസ് ഒന്നും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് അതിൻ്റെ സെറ്റിംഗ്സ് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡ്രൈവിംഗ് പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇത് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറിക്കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആ സെറ്റിംഗ്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കൂ. കാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കൺട്രോൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇതെന്താണ്, ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കുക, ഇവിടെ സെലക്ഷൻ ഈ ഒരു പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ടെമ്പറേച്ചർ സെലക്ഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഇവിടെയാണ് ഏറ്റവും തണുപ്പ് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുക. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി വരും. ഇത് ഇവിടേക്ക് നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ കാറിനകത്ത് ആവും, അതായത് ചൂടാവും. ചൂട് എയറായിരിക്കും പിന്നീട് AC വെന്റിൽ നിന്നും പുറത്തേക്ക് വരിക. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു സ്വിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിവിടെ ഫാനിന്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫാനിന്റെ സ്പീഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു സെലക്ടർ നോക്കുക, സെലക്ടർ സ്വിച്ച് നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ പുറത്തേക്ക് വരുന്ന എയർ, AC വെന്റിൽ നിന്നും വരുന്ന എയർ എങ്ങനെയാണ് വരേണ്ടത് എന്ന് ഇത് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് കൂടിയിട്ടാണ് വരേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഖത്തേക്ക് മാത്രമാണ് എയറോ കാണിക്കുന്നുള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇതാ നോർമലി ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ AC വെന്റിൽ നിന്നൊക്കെ എയർ മുഖത്തേക്ക് വരും. ഇനി നമ്മൾ രണ്ടാമത്തെ സെലക്ടർ സ്വിച്ച് ഇതാ ഇവിടേക്ക് മാറ്റി കഴിഞ്ഞാൽ മുഖത്തേക്കും കാലിലേക്കും AC വരും, അതായത് എയർ വരും. അതാണ് ഈ ഒരു ഇൻഡിക്കേഷനിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടേക്ക് ആയിക്കഴിഞ്ഞാലോ കാലിലേക്ക് മാത്രമാണ്. ഇനി ഇവിടേക്ക് ആയിക്കഴിഞ്ഞാലോ വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് കൂടെ എയർ വരാൻ തുടങ്ങും, കാലിലേക്കും വരാൻ തുടങ്ങും. അതായത് വിൻഷീൽഡ് ഗ്ലാസിന്റെ ആ ഭാഗത്ത് തന്നെ ഈ ഒരു ഭാഗമാണ്, ഇതുവഴി എയർ വരാൻ തുടങ്ങും. ഇനി ലാസ്റ്റ് ഓപ്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് ആക്ച്വലി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫോഗ് വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫോഗ് വരുമ്പോൾ ഈ സെലക്ടർ സ്വിച്ച് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് ഈ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് ആക്കുക. ഇനി ലാസ്റ്റ് ഓപ്ഷനിലാക്കുമ്പോൾ വേറൊരു കാര്യം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, യൂസ് വിത്ത് ഈ ഒരു സിമ്പൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അത് ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫും, നോർമലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓണുമാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് സെറ്റിംഗ്സ്. നോർമലി ഇത് ഓണിൽ വെച്ചിട്ടാണ് പല വണ്ടികളിലും ഉണ്ടാവുക. എന്താണ് ഇത് ഓണും ഓഫും ചെയ്താലുള്ള പ്രത്യേകത, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഓൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള എയർ വണ്ടിയുടെ അകത്ത് കയറില്ല, ഇന്റേണൽ എയർ മാത്രമാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോർമലി നമ്മൾ ഇങ്ങനെയാണ് വെക്കുക. ഇനി ഫോഗ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ ഫോഗ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? സെലക്ടർ സ്വിച്ച് ഇവിടേക്ക് വെക്കുക, ഇവിടേക്ക് ആക്കി വെക്കുക. അത് കൂടാതെ തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കുക. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിള് നോക്കി നിങ്ങൾ ഇതുപോലെ ആകും, അതായത് എക്സ്റ്റേണൽ എയർ ഇതിനകത്തോട്ടേക്ക് കയറും. അപ്പോഴാണ് ഫോഗ് പോവുക. AC ഓണിൽ ഉണ്ടായിരിക്കണം. AC സെലക്ടർ സ്വിച്ച് ആണ് ഇത്, കണ്ടില്ലേ? AC ഓണിൽ വെച്ചിരിക്കണം, എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഉണ്ടാകുന്ന മൂഡൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ആ മൂഡിൽ പോകാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് ഹീറ്റർ മോഡിലേക്ക് മാറ്റുന്നതും നല്ലതാണ്. അതായത് ടെമ്പറേച്ചർ കൂടുതൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു മോഡിലേക്ക് നിങ്ങൾക്ക് ഇത് തിരിച്ച് സെലക്ടർ സ്വിച്ച് ഇങ്ങനെ തിരിച്ച് ഈ ഒരു മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും പെട്ടെന്ന് അത് ആ ഒരു മൂഡിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാം. നോർമലി ഈ ഒരു സെറ്റിംഗ്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഈ AC വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരിക്കലും ഈ ഒരു ഗ്ലാസ്സിലേക്ക് വരുന്ന മാതിരി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കരുത്. അപ്പോഴും മൂടൽ പിടിക്കുന്നത് കാണാം. അത് ഗ്ലാസ്സിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇവിടെ നമുക്ക് സെലക്ഷൻ ഉണ്ട്, 2 സൈഡിലേക്ക് നീക്കാൻ പറ്റും. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് വരുന്നത് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഈ സൈഡ് ഗ്ലാസ്സിൽ മൂടൽ പിടിക്കുന്നത് ഒഴിവായി കിട്ടും.
അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഗ്ലാസ് മൂടൽ പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട്, ഈ സെറ്റിംഗ്സ് അറിയാഞ്ഞിട്ടാണ് പലരും ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം മഴയുള്ള സമയത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. ഈ ഒരു ഫോഗ് വരുന്ന പ്രശ്നം ഒഴിവായി കിട്ടും. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡ്രൈവിംഗ് പേടിയുള്ള ആളുകൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.